നമ്മളിപ്പോൾ വീട്ടിൽ എല്ലാവരും ഹിന്ദുക്കൾ എല്ലാവരും തന്നെ ഫോട്ടോകൾ വെക്കാറുണ്ട്. അത് ഈശ്വരന്മാരുടെ ഫോട്ടോകൾ വെക്കാറുണ്ട്. ചിലരൊക്കെ യന്ത്രങ്ങൾ വാങ്ങി വെക്കാറുണ്ട്. അതിൻ്റെ മുന്നിൽ എന്നും വിളക്ക് കത്തിക്കാറുണ്ട്. ചിലരൊക്കെ മാല ചാർത്താറുണ്ട്. അങ്ങനെ ചെറിയ തോതിൽ അവരെ കൊണ്ട് സാധിക്കുന്ന പൂജകൾ ചെയ്യാറുണ്ട്. ഇത് ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഒരുവിധപ്പെട്ട ഹിന്ദുക്കളെല്ലാം ഇന്ന് ജീവിക്കുന്നതെന്ന് വേണം കരുതാൻ. പക്ഷേ നമ്മളുടെ മൂർത്തികളൊന്നും തന്നെ നിഗ്രഹകലയുള്ളവരല്ല, അതായത് വെറുതെ ഒരാളെ ശിക്ഷിക്കാനിരിക്കുന്നവരല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എത്രത്തോളം അപകടമുണ്ട്, അല്ലെ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പദ്ധതിയിൽ കൃത്യമായിട്ടുള്ള ഉപദേശം കിട്ടാത്തതുകൊണ്ടാണ്. എവിടെയാണ് ഒരു മന്ത്രം പിഴയ്ക്കുമ്പോൾ എവിടെ നിന്നാണ് ശിക്ഷ? ദേവതയിൽ നിന്നാണോ, മന്ത്രത്തിലെ ഋഷിയിൽ നിന്നാണോ, ഋഷി പരമ്പരകളിൽ നിന്നാണോ ശിക്ഷ വരുന്നത്? നമ്മൾ സ്കൂളിൽ ഒരു ഹോംവർക്ക് തെറ്റിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണോ, സ്കൂളിലെ ടീച്ചറാണോ, ഹെഡ് മാഷാണോ? അതുപോലെയാണ് മന്ത്രദ്രഷ്ടാവായ ഋഷിക്കാണ് അതിൻ്റെ അധികാരം. മന്ത്രദ്രഷ്ടാവായ ഋഷിയുടെ ഗുരുശാപമാണ് ശരിക്കും ഇവരെ പിന്തുടരുന്നത്. ഈ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതിനൊക്കെ എന്ത് കുഴപ്പം? ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭദ്രകാളിയുടെ ഒരു ഫോട്ടോ വെച്ചു, ഞാൻ ഭദ്രകാളിയുടെ ഫോട്ടോ വെച്ചു. അതിപ്പോൾ വളരെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് അതാണ് പശുക്കൾ എന്ന് പറയും. നമ്മളവരെ പശുസമ ബുദ്ധികളാണ്. അവർക്ക് തൊഴാൻ മാത്രമേ പറ്റുള്ളൂ. ഒരാൾ പറയുന്നതനുസരിച്ച് ഞാൻ അവരെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയും, നിങ്ങൾ അതിൽ നിന്ന് മുക്തരാവുന്നു. ഈ പദ്ധതികൾ മുഴുവൻ ആചാര്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വീരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പശുവായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ വീരോപാസനയിലേക്കും ദിവ്യോപാസനയിലേക്കും പോകാനാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പോവാതെ ഇവിടെ ചുരുന്ന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവരെ നമ്മൾ എന്ത് പറയും? മറ്റേ ജഗ്ഗി വാസുദേവ് പറഞ്ഞതുപോലെ മുമ്പിൽ മനുഷ്യനാണെങ്കിൽ ഹോൺ അടിച്ചാൽ മതി, എരുമയാണെങ്കിൽ എന്ത് ചെയ്യും?